രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോഴും സംരക്ഷിക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാഹുൽ വിഷയം മാത്രമല്ല, സംസ്ഥാനത്ത് മൊത്തത്തിൽ തന്നെ UDFിനെതിരായ വികാരമാണ് നിലനിൽക്കുന്നതെന്നും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. UDF പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധി അവരിങ്ങനെ ഓരോ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുരളീധരൻ പറഞ്ഞതിനോട് ഞാൻ പ്രതികരിക്കുന്നില്ല, അതിന് കാര്യമില്ല. ശരിയായ രീതിയിൽ ഒളിപ്പിച്ചത് കോൺഗ്രസ്സാണ്. ഇപ്പോഴും കോൺഗ്രസിൻ്റെ ഒളിവ് ജീവിതത്തിൽ അതിൻ്റെ തണലിലാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. ആ സംഘടന ഇപ്പോഴും ഉണ്ട്. അതാണ് ഉള്ള സംഭവം. അതിന് മാറ്റി അത് വേറെ രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു കോൺഗ്രസ് നേതാക്കന്മാരെന്ന് മാത്രമേ ഉള്ളൂ. കോൺഗ്രസ് നേതാക്കന്മാർ ചിലർ പറഞ്ഞല്ലോ, ഭാവി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നവരുടെ മാനസിക നിലയെ സംബന്ധിച്ച് ഗൗരവം ആലോചിക്കല്ലാണ്ട് വേറെ എന്താ ചെയ്യുക? ഈ UDFന് തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഒന്നാമത്തെ ഘടകം ഈ രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും. ഇതൊന്നും ഞാൻ പറയുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഘടകം ഇല്ലെങ്കിലും UDFന് വലിയ തിരിച്ചടി ഉണ്ടാവും. കൊല്ലത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ദേശീയപാതയിൽ അപകടം ഉണ്ടായാൽ അല്ലെങ്കിൽ സംഭവം ഉണ്ടായാൽ അത് തീർക്കുകയല്ലേ വേണ്ടേ? അതിനല്ലേ നിങ്ങൾ മുൻകൈ കൊടുക്കേണ്ടത്? അതുകൊണ്ട് ഉടനെ പറഞ്ഞുകൊണ്ട് തുടങ്ങിയിരിക്കുന്നു ദേശീയപാത തകർന്നുകൊണ്ടിരിക്കുന്നു, അങ്ങനെ തകർച്ച വന്നാൽ എന്താ ചെയ്യാന്ന്? തകർച്ച ഞാൻ പറഞ്ഞു കേൾക്കും. തകർച്ച വന്നാൽ അത് പോയി പോരെ. നിങ്ങൾ ആരെങ്കിലും വീഴ്ച പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വീഴ്ച കൃത്യമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റിയാണല്ലോ ഈ റോഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആരുടെ വീഴ്ചയായിരിക്കും? അപ്പം വേറെ ആരതാ? ഇത് പ്രത്യേകിച്ച് അറിയാം. പിന്നെ വേറെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. അതായത് കേരളത്തിന് എന്തായാലും ബാധ്യതയാണ്. കേരള ഗവൺമെന്റിന് ഇതിലൊരു പങ്കുമില്ലല്ലോ. നമ്മൾ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാൻ വേണ്ടി 5600 കോടി രൂപ കിഫ്ബി വഴി കൊടുത്തു എന്നതിൻ്റെ അപ്പുറത്ത് അത് ശ്രദ്ധേയമായ രീതിയിൽ നടത്തണമെന്നുള്ള ഒരു ഗൗരവപൂർണ്ണമായ ഇടപെടൽ ഒഴിച്ച് വേറെ ഒരു കാര്യവും ഞങ്ങൾ നടത്തുന്നില്ല, കേരളം നടത്തുന്നില്ല. ദേശീയപാത തകർച്ചയിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് ഭൂഷണമല്ല. സ്ഥലം ഏറ്റെടുക്കൽ മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമെന്നും മറ്റുള്ളതെല്ലാം ദേശീയപാത അതോറിറ്റിയുടെ പരിധിയിൽ വരുന്നതാണെന്നും ഗോവിന്ദൻ പറഞ്ഞു. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.